ഹലോ, ഇന്ന് എൻ്റെ ഒരു തട്ടിക്കൂട്ട് സാമ്പാർ റെസിപ്പി കണ്ടാലോ? അതിന് വേണ്ടിയിട്ട് ഞാൻ വെണ്ടയ്ക്ക, മുരിങ്ങക്കായ, 2 ക്യാരറ്റ്, ഉള്ളി, തക്കാളി, പച്ചമുളക്, കുമ്പളങ്ങ, വെള്ളരിപ്പ് ഇരിപ്പില്ലായിരുന്നു. അപ്പോൾ ഞാനൊരു കഷ്ണം ഓമക്കായാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതൊക്കെ എടുത്തിട്ട് ആദ്യം വെണ്ടയ്ക്ക സെപ്പറേറ്റ് ആയിട്ട് അരിഞ്ഞു വെച്ചു. വെണ്ടയ്ക്ക വാട്ടാനുള്ളതാണല്ലോ, അത് അരിഞ്ഞു വെച്ചതിന് ശേഷം ക്യാരറ്റ് നന്നായിട്ട് ക്ലീൻ ആക്കിയിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട്. കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ടാണ് അരിഞ്ഞെടുക്കുന്നത്. പിന്നെ മുരിങ്ങക്കായും ക്ലീൻ ആക്കിയിട്ട് അരിഞ്ഞു വയ്ക്കുന്നുണ്ട്. അപ്പോഴേക്കും റിച്ച് വന്നു. റിച്ചിൻ്റെ അടുത്ത് ഇരുന്നിട്ട് അവന് ഓറിയോ ഷേക്ക് ഉണ്ടാക്കി തരുമോ എന്ന് ചോദിച്ചിട്ട് അതിനെക്കുറിച്ച് പറയുകയാണേ. പിന്നെ ഉള്ളി ക്ലീൻ ആക്കി വെക്കുന്നുണ്ട്. കഴുകിയതിന് ശേഷമാണ് അരിയുന്നത്. ക്ലീനാക്കി വെച്ചു. പിന്നെ ഓമക്കായ നന്നായി ക്ലീനാക്കി എടുക്കുന്നുണ്ട്. അതിൻ്റെ തൊലി നല്ല ആഴത്തിൽ കട്ട് ചെയ്യുന്നുണ്ട്, കാരണം അല്ലെങ്കിൽ ചെറിയൊരു കയ്പ്പ് വരും. അപ്പോൾ നന്നായിട്ട് അതും ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും അവൻ എന്നോട് ഓരോ കാര്യങ്ങൾ പറയുകയാണ്, ഓറിയോ ഷേക്ക് ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതെല്ലാം നന്നായി ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. വെള്ളമൊഴിച്ച് നന്നായി കഴുകി എടുത്തിട്ടുണ്ട്. വെണ്ടയ്ക്ക സെപ്പറേറ്റ് കഴുകി എടുക്കുന്നുണ്ട്. അപ്പോഴേക്കും ചോറായി. അപ്പോൾ ഞാൻ ചോറ് ഊറ്റി വെച്ചിട്ട് വെണ്ടയ്ക്ക വാട്ടാൻ വെച്ചു. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് വാട്ടാൻ വേണ്ടിയിട്ട് വെച്ചു. പിന്നെ കുക്കറിലേക്ക് 2 പിടി പരിപ്പിട്ടിട്ട് ഈ കഴുകി വെച്ച പച്ചക്കറി ഇട്ടിട്ട് പൊടികൾ ആഡ് ചെയ്യാണ്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, സാമ്പാർ പൗഡർ 1 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് മല്ലിപ്പൊടി ആഡ് ചെയ്യാൻ മറന്നു. അപ്പോൾ 2 ടീസ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ 2 ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കുന്നത്. 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അടച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കുക്കർ അടച്ചിട്ട് ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് വെണ്ടയ്ക്ക് അപ്പോഴേക്കും വാടിയിരുന്നു. തേങ്ങ ചിരകിയിട്ട് അതിലേക്ക് ചെറിയ ഉള്ളിയും വെളുത്തുള്ളി ഇട്ടിട്ട് വാട്ടി കൊടുക്കുന്നുണ്ട്. കുറച്ച് കരിവേപ്പിലും കൂടി ആഡ് ചെയ്തു. അപ്പോഴേക്കും എന്ത് ചെയ്തു, വിസിലടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഓഫാക്കിയിട്ട് നാളികേരം അടിച്ചു വെച്ചു. പിന്നെ പുളി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു കുതിരാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും കുക്കർ ഓപ്പൺ ആക്കിയപ്പോൾ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് വെണ്ടയ്ക്കും കൂടി ആഡ് ചെയ്തിട്ട് ഒന്നും കൂടി തിളപ്പിക്കാൻ വേണ്ടി വെക്കുകയാണ്. എന്നിട്ട് തിളച്ചതിന് ശേഷം പുളിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പുളിവെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായി തിളപ്പിക്കാൻ വെച്ചു. നന്നായി തിളച്ചതിന് ശേഷം അതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള നാളികേരം പാരുകയാണ്. നാളികേരം പാർന്നിട്ട് ചെറിയ രീതിയിൽ പിന്നെ തിളപ്പിക്കുന്നുള്ളൂ. ചെറിയ രീതിയിലൊരു തിള വരുമ്പോഴേക്കും ഞാനത് ഓഫാക്കിയിട്ട് ചട്ടി വെച്ചിട്ട് വറവിടാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുത്ത് കരിവേപ്പിലയും ഉണക്കമുളകും ആഡ് ചെയ്യുന്നുണ്ട്. ഇതാണ് ഇന്നത്തെ കറി. ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യണേ.